ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ബാംഗ്ലൂർ വരെയുള്ള ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഒരു ചെറിയ വ്ലോഗാണ്. ഒരു മെമ്മറിക്ക് വേണ്ടി ഞാനിത് ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന ട്രെയിനിലാണ് ഞങ്ങൾ ബാംഗ്ലൂർ വരെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് ബാംഗ്ലൂർ എത്തി. ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഫംഗ്ഷൻ നടക്കുന്ന വെന്യൂവിലേക്ക് ടാക്സി എടുത്ത് പോയി. അധികം ഫുട്ടേജസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ ജസ്റ്റ് ഒരു വ്ലോഗ് ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ നടക്കുന്ന വെന്യൂ. അവിടെ നിന്നുള്ള റൂമിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫങ്ഷൻസൊക്കെ നടത്തുന്ന സ്റ്റേജും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യണേ ഉണ്ടായുള്ളൂ ഞങ്ങളെത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ ചായയൊക്കെ റെഡിയായിരുന്നു. അപ്പോൾ അതൊക്കെ ചായ കുടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇത് ബാംഗ്ലൂർ വെച്ച് നടക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് ആണ്. മെയിൻലി ഇവിടെ ഫുഡിന് വെഡ്ഡിങ്ങിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു, അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ്. അതിനുശേഷം പിന്നെ വൈകിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഈവനിങ് ആയപ്പോൾ റൂമിലേക്ക് ഇങ്ങനെ ബാരാത്തിന് മ്യൂസിക്കൊക്കെ വരായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് കണ്ടിങ്ങനെ ഡാൻസ് കളിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഈവനിങ്ങിനുള്ള ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി. വെഡ്ഡിങ്ങിലെന്ന് പറഞ്ഞാൽ ഒരു 4-5 ദിവസത്തെ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഫങ്ഷൻസ് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻലി ഞങ്ങൾ വന്നപ്പോൾ ബാരാത്താണ് ഉണ്ടായത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഐറ്റിനറി. അപ്പോൾ കുറേയൊക്കെ ഫങ്ഷൻസ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓരോ ടൈമിലും ഓരോ ഡെക്കറേഷൻസാണ് ഓരോ ഫങ്ഷൻസിന് വേണ്ടി. അപ്പോൾ അടുത്ത ഫങ്ഷനുള്ള ഈ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഞങ്ങൾ കാണാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ഹിന്ദി മൂവീസിലും സീരിയൽസിലും ഒക്കെ കാണുന്ന പോലെ ഉള്ള ഡെക്കറേഷൻസും സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സും പിന്നെ നമ്മളിങ്ങനെ തലപ്പാവൊക്കെ ഇടല് പാരാത്തീസൊക്കെ, അപ്പോൾ അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണായിരുന്നു. പിങ്ക് കളറായിരുന്നു, പിങ്കും ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു കേട്ടോ, ബ്രൈഡും ഗ്രൂമിനൊക്കെ ആയിട്ട്. ഈ റെഡ് കളറ് ഫ്ലവേഴ്സൊക്കെ വെച്ചുള്ള അറേഞ്ച്മെൻറ്റ് നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു നേരിട്ട് കാണാനായിട്ടും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഗ്രൗണ്ടിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുള്ള ഫങ്ഷൻസിന് വേണ്ടിയിട്ട്. ഓപ്പൺ സ്റ്റേജ്, അതിൽ വരമാല എന്നുള്ള ഫങ്ഷൻ ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ കഴിക്കാൻ വെച്ചു. ഈവനിങ്ങിൽ സ്റ്റാർട്ടേഴ്സായിരുന്നു മെയിൻലി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് പിന്നെ ഓൺലി വെജിറ്റേറിയൻ ഫുഡാണ്. വെജിറ്റേറിയൻ തന്നെ പല കുറേ അധികം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ ആയാലും സൗത്ത് ഇന്ത്യൻ ആയാലും കുറേ അധികം ഡെലിക്കസീസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ബാംഗ്ലൂർ വെച്ച് നടന്ന ഒരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് ആണ്. ഒരു ബിഗ് ഫാറ്റ് ഇന്ത്യൻ വെഡ്ഡിങ് തന്നെ പറയാം. കുറേ അധികം അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഈവനിങ് സ്നാക്കൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അവരെല്ലാവരും അടുത്ത ഇവൻറ്റിനുള്ള ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ എല്ലാവരും ഓരോ ഐറ്റംസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വീഡിയോ എടുത്തേ ഉള്ളൂ. ഇങ്ങനെ പിസ്സ കൗണ്ടർ, ഐസ്ക്രീംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് വളരെയധികം എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ ഡെക്കറേഷൻസും അതൊക്കെ വെച്ചിട്ടാണ്. എല്ലാം രാത്രിയാകുമ്പോഴേക്കും ഇതൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. എല്ലാവരും കഴിക്കാൻ വരുന്ന ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് ജസ്റ്റ് എടുത്തു. നല്ല ഭംഗിയിലെ അറേഞ്ച്മെൻറ്റ്സ്, ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ നല്ല ഭംഗി കണ്ടപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര വാം ആൻഡ് വെൽക്കമിങ് ആയിരുന്നു. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ആയാലും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഈവനിങ് ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഐസ്ക്രീംസ് കഴിക്കൽ അങ്ങനെ വെഡ്ഡിങ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമുക്കൊരു ഫെസ്റ്റീവ് മൂഡായിരുന്നു. ഒരു ഉത്സവം ഉള്ള പോലെ, ഉത്സവപ്പറമ്പിൽ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഇനി ബാരാത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്രൂം കുതിരപ്പുറത്ത് വരുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് ബാരാത്തിൽ വരാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് അതിൻ്റെ എടുത്തതാണ്. കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. ജത്തിൻ എന്നാണ് ഗ്രൂമിൻ്റെ പേര്. അപ്പോൾ ജത്തിൻ കി ബാരാത്ത് ആണ് ഈ കാണുന്നത്.
താമസിക്കുന്ന വെന്യൂ അതുപോലെ കൺവെൻഷൻ സെൻറ്ററിന് തൊട്ടടുത്തുള്ള റോഡിൽ നിന്ന് കുറച്ച് 2 മിനിറ്റ് അവർ ബാരാത്ത് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതാണ് കുറച്ചിങ്ങനെ എല്ലാവരും കൂടി നടന്ന് സ്റ്റേജിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. ബാരാത്ത് കഴിഞ്ഞ് റിസപ്ഷനൊക്കെ നടക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അവിടേക്ക് എല്ലാവരും വന്നു. ഈ കാണുന്നത് അവരുടെ കുറച്ച് ചടങ്ങുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണാമായിരുന്നു ഇരുന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ സ്റ്റാർട്ടേഴ്സ് കൊണ്ടുവരണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല, കാരണം അത്രയ്ക്ക് ഫുള്ളാണ് നമ്മൾ. അപ്പോഴവർ ഫുഡ് അവർ ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂമ് വരമാലയ്ക്ക് വേണ്ടി ബ്രൈഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രൈഡ് അവർ ഡാൻസ് കളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ വെഡ്ഡിങ് ഫങ്ഷൻസൊക്കെ കഴിഞ്ഞ് തിരിച്ച്
വരാനായിട്ട് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കാണുന്ന എനിക്കുണ്ടായിരുന്നു, ബാംഗ്ലൂരൊക്കെ എപ്പോഴും പറയാൻ കേട്ടിട്ടുള്ള കാരണം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ജസ്റ്റ് ഇങ്ങനെ നോക്കി ഓരോ ഷോപ്സൊക്കെ വെറുതെ നോക്കി നടക്കായിരുന്നു. വേറെ ഒന്നും നമുക്ക് വാങ്ങാനൊന്നും പറ്റിയില്ല, കാരണം നമ്മൾ ടൈം ഉണ്ടായില്ല. ഈവനിങ് ആയിരുന്നു നമ്മുടെ ട്രെയിന്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു സമയം ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ഇത് നോക്കി നടന്ന് അതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ വ്ളോഗാണ്. അധികമൊന്നും ഫോട്ടോജസ് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല, എന്നാലും എനിക്കൊരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ